അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താറാത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഈ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഫിത്ർ സക്കാത്ത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ പെരുന്നാളിൻ്റെ മാസം കണ്ട ഉടനെയുള്ളൂ, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ടൊരു സംഗതിയല്ലേ? നമ്മളിപ്പോൾ അങ്ങനെ ആദ്യം മുതലേ കണ്ടുവരണം അങ്ങനല്ലേ? അതിപ്പോൾ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണെന്നും നോമ്പിൻ്റെ അപാധകൾ പരിഹരിക്കാനാണെന്നും ഉള്ളൊരിതുണ്ട് കേട്ടപ്പോൾ, അതാണ് സംശയം വന്നത്. അപ്പോൾ ഈ നോമ്പിൻ്റെ ഇപ്പോൾ ഇത് പരിഹരിക്കാനുള്ള സക്കാത്താണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫിത്ർ സക്കാത്ത് ഇപ്പോൾ ഒരാൾ കൊടുത്തു, പിന്നെ നിയ്യത്ത് വെച്ചില്ല, അല്ലെങ്കിൽ പിന്നെ അത് കൊടുത്താൽ വീടുന്ന രൂപത്തിലായില്ല, അവകാശിക്ക് കിട്ടിയില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അത് വീടിയില്ല, ആ കോലത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ നോമ്പിന് പ്രതിഫലം കിട്ടൂലേ? ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മാത്രമേയാണോ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ? അത് എന്താണ് സംഭവം? ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ഫിത്ർ സക്കാത്ത് ഒരുവിധം ആളുകളൊക്കെ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. ഒഴിവാകുന്നത് വളരെ വിരളം ആളുകളെ ഉണ്ടാവുള്ളൂ. ഇനി ചില ആളുകൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി മേടിക്കാൻ അർഹതയുള്ളതോടൊപ്പം തന്നെ അവർ കൊടുക്കാനും ബാധ്യസ്ഥരാകും, അങ്ങനെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. ഏതായാലും അത് അതിൻ്റെതായ ഒരു തനിമയിലും പ്രൗഢിയിലും തന്നെ കൊടുക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. ലാഘവത്തോടെ കാണേണ്ട ഒന്നും അല്ല. കാരണം ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് ഒരുപാട് നേട്ടഗുണങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കെട്ടുപെടാനുണ്ട്, പലതും ഉണ്ട്. പെരുന്നാളിൻ്റെ സക്കാത്ത് നല്ലല്ലോ അതിനെപ്പറ്റി പരിചയപ്പെടുത്തുന്ന ഒന്നും. അത് നോമ്പിൻ്റെ സക്കാത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്തു സോമെന്ന് പേര് പറഞ്ഞവരൊക്കെ ഉണ്ടായിന്. നോമ്പിൻ്റെ സമാപ്തി കുറിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതായത് നമ്മളൊരു മാസക്കാലെടുത്ത നോമ്പ്, അതുപോലെ തന്നെ ആരാധനകൾ, ഇതിൻ്റെയൊക്കെ ഒരു വണ്ണമായൊരു പ്രതിഫലം ഉണ്ടാകുമല്ലോ. അതിൻ്റെ പൂർത്തീകരണം കിട്ടണമെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് തനിമയിൽ കൊടുക്കണം. എന്തെങ്കിലും കാട്ടിയാൽ പോരാ. നമ്മളെ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ആ കൊടുതി പറയുന്ന ഫുഖഹ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ആയാലല്ലേ അതിന് അംഗീകൃതമാകുള്ളൂ. അപ്പം അത് എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതിൻ്റെ നീയത്തൊക്കെ മസ്റ്റാണ്. ചില ആളുകൾക്കൊന്നും നീയത്ത് ഉണ്ടാവില്ല. നീയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെ ആകാൻ പറ്റൂലല്ലോ. മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അധികാരം കിട്ടണം. ചിലപ്പോൾ മക്കൾ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടാകും, അത് തന്നെ നമ്മൾക്ക് അവർ സമ്മതം തരേണ്ട ആവശ്യമൊക്കെ വരും ചിലപ്പം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. കാരണം വലിയ മക്കൾ, ജോലിക്ക് പോകാൻ കഴിവുള്ളവർ, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേങ്കിൽ കൂടെ അവർ നമുക്ക് സമ്മതം തരണം, അല്ലെങ്കിൽ ശരിയാവൂല. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ, അതിൻ്റെ തനിമയിലും അതിൻ്റെ കെട്ടുറപ്പിലും ആകുള്ളൂ. അപ്പോഴേ എന്താകുള്ളൂ, അത് വീടുള്ളൂ. അപ്പോഴേ എന്താവുള്ളൂ, നമുക്ക് ഈ റമദാനിൻ്റെ മൊത്തത്തിലുള്ള വണ്ണമായ പ്രതിഫലത്തിൻ്റെ ആ ഒരു പൂർത്തീകരണം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ഈ പറയുന്ന ഫിത്ർ സക്കാത്ത് കൊണ്ടുണ്ട്. കേവലം ഒരു ഫിത്ർ സക്കാത്തിൻ്റെ അരിയെ കുറച്ചൊരു അരി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ തള്ളാൻ പറ്റൂല അതിനെ. അതുമായിക്കൊണ്ടുള്ള ഒരു വിശദീകരണം മഹാന്മാർ തന്നെ നമ്മൾ നോക്കുമ്പോൾ ശരി വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പം ഇതിൻ്റെ പേര് തന്നെ നമ്മളൊക്കെ ഫിത്ർ സക്കാത്ത് അത് മാത്രമൊന്നുമല്ല, അതിനൊരുപാട് പേരുകളുണ്ട്. മഹാനായ ഇമാം ഷർക്കാബി റളിയല്ലാഹു അൻഹു ആശിയത്തു ഷർക്കാബിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പല കിതാബിലുണ്ട്. ആശിയത്തു ഷർക്കാബിയുടെ 2-ാം വാള്യത്തിൻ്റെ 200-ാമത്തെ പേജിലുണ്ടോ സക്കാത്തു സൗമി വ സക്കാത്തു റമളാൻ, അതുപോലെ തന്നെ വൈകാലു ഐലൻ സദഖത്തുൽ ബദനി വ സക്കാത്തുൽ അബ്ദാൻ വ സക്കാത്തുൽ ഫിത്ർ. തുടങ്ങാനും പേരായി തന്നെ. അപ്പൊ സക്കാത്തു റമളാന്റെ സക്കാത്ത് എന്ന് പേരെന്നതിനുണ്ട്. അപ്പൊ റമളാനുമായി ബന്ധിച്ച തന്നെയാണ് ഇതൊക്കെ. റമളാനിന്റെ ആ പരിപൂർണത, ആ സമാപ്തി കുറിക്കലാണ് ഇതിലൂടെ. ഇനി മാത്രമല്ല, ഇത് നമ്മുടെ സമുദായത്തിനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അവരുടെ സമൂഹത്തിന് ഇന്നൊന്നും ഇവർക്കൊന്നും ഫിത്ർ സക്കാത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇമാം ജുർദാനി അവിടുത്തെ ഫതുഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബുണ്ട്, അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ സമുദായത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്നതിന്. ഫതുഹുൽ അല്ലാമിൻ്റെ 3-ാം വാള്യം ഇതിൻ്റെ 295-ാമത്തെ പേജിലുണ്ട്. വഹിയ മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുതഹിറുൻ നഫ്സാണ്, ശരീരത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കലോട് കൂടെ നമ്മുടെ ശരീര ശുദ്ധീകരണം,
ആത്മീയത ശരിക്കും അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമലുകളുടെ ആരാധനകളുടെ വളർച്ച, ഉയർച്ച, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ അവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അങ്ങനെ വന്നിട്ടുമുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടുത്ത ജാമിഉ സഗീറിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ജാമിഉ സഗീറിന്റെ 2ാം വോള്യം ഇതിൻ്റെ 80ാമത്തെ പേജിലായിട്ട് 4505 ഹദീസ് നോക്കിയാൽ കാണും, ഷഹ്റു റമളാന മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർദി. കണ്ടോ, റമളാൻ നോമ്പ് എന്ന് പറയുമ്പം അത് ആകാശഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ ബന്ധിച്ച് നിൽക്കുകയാണ്. ആകാശഭൂമിയുടെ ഇടയിൽ ബന്ധിച്ച് നിൽക്കുകയാണ്. വലാ യുർഫഉ ഇലല്ലാഹി ഇല്ലാ ബിസകാത്തിൽ ഫിത്രി. ഉണ്ടോ, ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുള്ളൂ. അപ്പൊ അള്ളാഹുലേക്ക് ഉയർത്തണമെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് കയറി വരണം. അപ്പൊ ഈ ഫിത്ർ സക്കാത്ത് കയറലോട് കൂടെ നമ്മുടെ ഈ പറയുന്ന എൻ്റെ റമളാനിന്റെ എൻ്റെ എല്ലാ ഇതും അള്ളാഹുലേക്ക് ഉയർത്തിപ്പോകും എന്നത് പറയുമ്പം എന്താണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഈ ഹദീസ് കൊണ്ട് വിവക്ഷിക്കുന്നത്? അതിന്റെ തനിമയിൽ സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ്. അത് വീടുന്ന രൂപത്തിൽ കൊടുത്താലേ ശരിയാകുള്ളൂ എന്നാണ് ഈ ഹദീസ് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീർ ഈ പറയുന്ന ജാമിഉ സഗീർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇതിന്റെ 4ാം വാള്യത്തിന്റെ 214ാമത്തെ പേജിൽ ഉണ്ടോ, ഇപ്പോ ഐ ബി ഇഖ്റാജിഹ ഇല മുസ്തഹിഖിഹ, ഉണ്ടോ, അർഹിക്കുന്നവർക്ക് കൊടുക്കണം. നമ്മുടെ സ്വന്തം അയൽവാസിയല്ലേ, അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവനല്ലേ, അതൊന്നും ഇവിടെ പരിഗണനല്ല. അതൊക്കെ വേറെ. നേരെ മറിച്ച് അയാൾ അവകാശിയാണോ ഇല്ലേ എന്നാണ്. സക്കാത്തിന്റെ അവകാശികൾ കൂട്ടത്തിൽ അയൽവാസി എണ്ണിയിട്ടില്ല. അയൽവാസി എന്നുള്ളത് ഈ പറയുന്ന അവകാശിയല്ലല്ലോ. ആ അയൽവാസി അവകാശിയാകുമ്പം ഇത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നോക്കണതില്ല. അല്ലാതെ ഇതിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നവനല്ലേ, ഓടി വരാൻ അവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെങ്ങനെ ഒഴിവാക്കുക, അതൊക്കെ നമ്മുടെ ചിന്ത. നേരെ മറിച്ച് അതിനൊക്കെ നിങ്ങൾ വേറെ കൊടുത്തോ. ഈ പറയുന്ന ഫിത്ർ സക്കാത്തിന്റെ അരി തന്നെ കൊടുക്കണമെന്നില്ലല്ലോ, വേറെ അരി കൊടുത്തൂടെ. അപ്പൊ ഏതായാലും പിന്നെ പറഞ്ഞു, അപ്പൊ ഇതിന് വല്ലാഹിറു ഹദീസിന്റെ ബാഹ്യം നോക്കുകയാണെങ്കിൽ അന്ന ദാലിക കിനായത്തുൻ അൻ തവഖുഫി ഖബൂലിഹി അലാ ഇഖ്റാജി. ഹണ്ടോ, ഈ ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ എന്താവുള്ളൂ, ഈ പറയുന്ന നോമ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വീകാര്യമായിട്ട് വരുള്ളൂ എന്നതിലേക്ക് കുറിക്കേണ്ട ഈ ഹദീസ് എന്ന് തന്നെയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖിൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഇത്തിഹാഫ് അഹ്ലുൽ ഇസ്ലാം എന്ന കിതാബുണ്ട്, അതിൽ വിശാലമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഈ ഹദീസ് കൊണ്ട് വെച്ചിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മളുടെയൊക്കെ ഈ ആരാധന ഉയർത്തപ്പെടുക എന്ന് ഇതിന്റെ 44ാമത്തെ പേജിലുണ്ടോ. വല്ലാഹിറു അന്ന ദാലിക കിനായത്തുൻ അൻ അദമി തറത്തുബി ഫായിദതിഹി അലൈഹി ഇദാ ലം തുഖ്റജ് സക്കാത്തുൽ ഫിത്രി. ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പം അയാളുടെ ഭാഷയിൽ കൊടുത്താണ്, പക്ഷെങ്കിൽ എന്തായിട്ടില്ല, മസ്അലയുടെ കോർവയിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പുറപ്പെടുവിക്കൽ ശരിയായിട്ടില്ല, അർഹതപ്പെട്ടാക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ അത് കൊടുത്തുകണോ? ഇയാൾ കൊടുത്തുകണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അർഹതപ്പെട്ടാക്ക് കിട്ടണ്ടേ, അപ്പോഴല്ലേ അത് സ്വീകരിക്കുള്ളൂ. അപ്പൊ സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ കൊടുക്കലാകണം. അങ്ങനെ കൊടുക്കാത്തോടത്തോളം കാലം ഈ പറയുന്ന നമ്മുടെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരൂല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലാക്കിൻ ബി മാനാ തവഖുഫി തറത്തുബി സവാബിഹിൽ അദീമി അലാ ഇഖ്റാജിഹാ ബിന്നിസ്ബത്തി ലിൽ ഖാദിരി അലൈഹൽ മുഖാത്തബി ബിഹാ അൻ നഫ്സിഹി. അവനെ തൊട്ട് കാതിറുള്ള കഴിവുള്ള ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണമല്ലോ, അത് അതിൻ്റെ തനിമയിൽ കൊടുക്കുമ്പോഴാണ് ഈ വണ്ണമായ പ്രതിഫലം, ഇതിൻ്റെ ആ പൂർത്തീകരണ പ്രതിഫലം, നോമ്പിനൊരു വണ്ണമായൊരു പ്രതിഫലം ഉണ്ടാകുമല്ലോ, അത് കിട്ടുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെക്കാം. എന്നാൽ ഫഹീന ഇതിൻ അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ലാ യത്തിമു ലഹു ജമീഉ മാ റുത്തിബ അലാ സൗമി റമളാന മിന തവാബി വഗൈരിഹി ഇല്ലാ ബി ഇഖ്റാജ് സക്കാത്തിൽ ഫിത്രി. ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് അതിന്റെ തനിമയിൽ വീടുമ്പോൾ ഇതിന്റെ ഒക്കെ പ്രതിഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ല. ആ രൂപത്തിൽ തന്നെ പൂർത്തീകരണം തന്നെയാണ്. അപ്പം ഫിത്ർ സക്കാത്ത് ഇതിന്റെ ഒക്കെ പൂർത്തീകരണമാണ്, അങ്ങനെ തന്നെയാണ് അർത്ഥം വെക്കേണ്ടതും. പിന്നെ അവിടെ പിന്നെ നമ്മുടെ ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന വിഷയത്തിലൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതും കൊടുക്കണം എന്നുള്ള ഭാഷയിലും തന്നെയാണ് വിനോദറൈത്തിമി തങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഏതായാലും അതിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹദീസിന്റെ ബാഹ്യം നോക്കുമ്പോൾ അതും വേണം എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ പറഞ്ഞു സുമ്മ ഹിക്കുമത്തു തവഖുഫി അലാ ഇഖ്റാജിഹ അന്നഹ, ആണ്ടോ
തുഹറത്തുൽ ലിസ്വായിം, നോമ്പുകാരനെ ശുദ്ധീകരിക്കൽ ഇതിലുണ്ട്. ഈ പറയുന്ന ഫിത്ർ സക്കാത്തിലൂടെ അതുണ്ട്. അതുപോലെ തന്നെ ഫലാ യതിമ്മു തുഹുറുഹു വതഅഹുലുഹു ലിദാലിക തവാബിൽ ആലം ഇല്ലാ ബിഇഖ്റാജിഹ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കലോട് കൂടെയാണ് ഇതിന്റെ വണ്ണമായ പ്രതിഫലം കിട്ടുള്ളൂ, പൂർത്തീകരണം ഉണ്ടാകുള്ളൂ. അത് യാതൊരു സംശയവുമില്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് പിന്നെ ആവശ്യമുണ്ടല്ലോ. ഇത് ഈ പറയുന്ന അഭിപ്രായം ഒരുപാട് പണ്ഡിതന്മാർ ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടവരും പ്രഗത്ഭരും ഒക്കെ അത് പറയുന്നുണ്ട്. എത്രത്തോളം ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനിമം ഷർവാനി റളിയല്ലാഹു അൻഹു ആശിയത്തു ഷർവാനിയിലെ മഹാനവരുടെ ഈ അഭിപ്രായം കൊണ്ടുവരുന്നുണ്ട്. ആശിയത്തു ഷർവാനിയുടെ 4-ാം വാള്യം ഇതിന്റെ 183-ാമത്തെ പേജിലായിട്ട് അതേമാതിരി രൂപത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിഹായ വിശദീകരിച്ചുകൊണ്ട് മഹാനിമം ഷബ്റാം മല്ലിസി റഹിമഹുല്ല, റംബിമാമിന്റെ നിഹായ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷബ്റാം മല്ലിസി റഹിമഹുല്ല ആശയത്തിൻ നിഹായിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ആശയം പലരും പറയുന്നതാണ്, പല കിതാബിലും പറയുന്നുണ്ട്. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിത്ർ സക്കാത്തിന്റെ കുറച്ച് കേവലം മരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഒന്നൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നോമ്പ് സ്വീകാര്യത എന്ന് പറയുമ്പോൾ നോമ്പോറ്റ പ്രതിഫലം കിട്ടുമെങ്കിൽ ഇതിനൊക്കെ ഒരു വണ്ണമായ പ്രതിഫലം പട്ടിണി കിടന്നതിന് കിട്ടണ്ടേ? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിലൊക്കെ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ശരീരം ഒന്ന് ശുദ്ധീകരിച്ച് കിട്ടണ്ടേ? അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രൗഢി കിട്ടണ്ടേ? ഇതൊക്കെ ഈ പറയുന്ന ഇതിന്റെ സമാപ്തി കുറിക്കലാണ് ഈ പറയുന്ന ഫിത്ർ സക്കാത്ത്. അതും കൂടി അവിടെ ആകുമ്പോഴേ എന്താവുള്ളൂ, എൻ്റെ ആകുള്ളൂ. അപ്പോഴാണ് ഇത് എൻ്റെ ആയി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പെരുന്നാൾക്ക് കൊടുക്കുന്ന കുറച്ച് അരി എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മക്ക് തോന്നിയവർക്ക് തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നീയത്തും ഇല്ല, അത് കൊടുക്കേണ്ടവർക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെയാണെന്നില്ല, അത് വീടൂല. നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ മടക്കി കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ട് തീരെ കൊടുത്തിട്ടില്ലെങ്കിലും പിന്നെ കളാവ് കൂട്ടണം. ഇനി അതല്ല ശരിയായിട്ടില്ലെങ്കിലും മടക്കി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് വിനയതരത്തിന് വിധങ്ങൾ മെനഹജുൽ കവിയും പറയുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ പുകിലൊന്നും ആദ്യം തന്നെ പോവണ്ട. നേരെ മറിച്ച് അതിന്റെ തനിമയിലും പ്രൗഢിയിലും അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് വ്യക്തിയെ നോക്കിയിട്ടല്ല, നമ്മളായിട്ട് ബന്ധമുണ്ടല്ലേ നോക്കിയിട്ടൊന്നുമല്ല, അർഹതപ്പെട്ടവർക്ക് അങ്ങനെ കൊടുത്തു വീട്ടിയാൽ അൽഹംദുലില്ലാ ഈ പറയുന്ന സംഗതിയൊക്കെ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. അള്ളാഹു തീർത്തും അനുഗ്രഹിക്കുമാറാവട്ടെ.